തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ്റെയും മകൻ ഉദയനിധി സ്റ്റാലിൻ്റെയും ഹിന്ദു വിരോധം സുവിദിതമാണ്. എല്ലാവർക്കും അറിയാം ഇവർ എത്രമാത്രം ഹിന്ദു വിരുദ്ധരാണ് എന്നുള്ള കാര്യത്തിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിലേക്കിപ്പോൾ കടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ തിരുപ്പുറക്കുണ്ട്രത്തെ മുരുകൻ കോവിലിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ചർച്ച ചെയ്തിരുന്നു. അവിടെ അത് തെളിക്കാൻ ഹിന്ദുക്കൾക്ക്, ഭക്തർക്ക്, വിശ്വാസികൾക്ക്, മുരുക ഭക്തർക്ക് അവകാശമുണ്ടെന്നും അധികാരമുണ്ടെന്നും അവിടുത്തെ കൽവിളക്കിൽ നൂറ്റാണ്ടുകളായിട്ട് ദീപം തെളിച്ചു വരികയാണ്. ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ 13-ാം നൂറ്റാണ്ട് മുതൽ ഉള്ള ചരിത്രം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ആ 13-ാം നൂറ്റാണ്ട് മുമ്പ് അവിടെ മധുര കീഴടക്കി അവിടെ ഇസ്ലാമിക ഭരണം വന്നപ്പോൾ പോലും മുടങ്ങാത്ത ഒരു ചടങ്ങാണ്, അനുഷ്ഠാനമാണ് കാർത്തിക ദിവസം ഈ മുരുകൻ തിരുപ്പുറക്കുണ്ട്രത്തെ മുരുകൻ കോവിലിലെ കുന്നിലെ കൽവിളക്കിൽ കാർത്തിക ദീപം തെളിയിക്കുക എന്നുള്ളത്. അതിനെയാണ് ഇപ്പോൾ സ്റ്റാലിനും കൂട്ടരും ചേർന്ന് തടഞ്ഞിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇവിടെ അടുത്ത് മറ്റൊരു സ്ഥലത്ത്, അവിടുന്ന് അല്പം മാറി മറ്റൊരു കുന്നിൽ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു മുസ്ലിം ആരാധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ അതുള്ളത് കൊണ്ട് ഇവിടെ ഈ കാർത്തിക ദീപം തെളിക്കുന്നത് തെറ്റാണ്. അത് മതസ്പർദ്ധ ഉണ്ടാക്കും, അത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കും. കാരണം മുസ്ലിങ്ങൾ ഇത്തരം ആരാധനകൾ അംഗീകരിക്കുന്നില്ല, അനുഷ്ഠിക്കുന്നില്ല, പിന്തുടരുന്നില്ല. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഹർട്ട് ചെയ്യരുത്, അവരെ യാതൊരു വിധത്തിലും അവർക്ക് വിഷമമുണ്ടാക്കരുത്. അതുകൊണ്ട് ഈ കാർത്തിക ദീപം തെളിക്കുന്ന പരിപാടി ഇനി മുതൽ വേണ്ട എന്നവിടെ ഉത്തരവ് വന്നു അധികാരികളിൽ നിന്ന്. ഇതിനെതിരെയാണ് ഭക്തർ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിനെ സമീപിക്കുകയും പിന്നെ അത് മദ്രാസ് ഹൈക്കോടതി വരെ എത്തുകയും ചെയ്തത് വിവാദം. ആ കേസിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. ജസ്റ്റിസ് സ്വാമിനാഥൻ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത്. നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ആചാരം മുടക്കാൻ, ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. അത് ഇല്ലാതാകാൻ പാടില്ല. കാർത്തിക ദീപം തെളിയിക്കുന്നത് കൊണ്ട് മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ദോഷവുമില്ല. അതുകൊണ്ട് അത് ചെയ്യുക തന്നെ വേണം. അത് ഭക്തരുടെ അവകാശമാണ്. ആ അവകാശത്തെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്, അധികാരികൾ നിലപാടെടുക്കേണ്ടത് എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ഈ ദീപം തെളിക്കാൻ അനുവദിച്ചില്ല. ഹിന്ദുക്കളെ അതിൽ നിന്ന്, ഭക്തരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. ആ വാർത്ത ശരിയാണെങ്കിൽ കടുത്ത കോടതി അലക്ഷ്യമാണ് അധികാരികൾ ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് ഭരണകൂടം, സ്റ്റാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫാസിസ്റ്റ് ഭരണം ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പാണ് മധുരയിൽ, തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ഒരു മുരുക ഭക്ത സംഗമം നടന്നത്. ലക്ഷങ്ങളല്ല, കോടി മനുഷ്യരാണ് അതിൽ പങ്കെടുത്തത്. വലിയ തമിഴ്നാട്ടിനെ ഇളക്കി മറിച്ച തമിഴ്നാട്ടിലെ കുംഭമേള എന്ന ഒരു വിശേഷണം പോലും അതിന് ഉണ്ടായി. അത് വലിയ രീതിയിൽ മുരുക ഭക്തരുടെ ഒരു വലിയ സംഗമമായി മാറുകയും അത് തമിഴ്നാട് സർക്കാരിന് വലിയ മുന്നറിയിപ്പ്, കടുത്ത മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. തമിഴ്നാട് സർക്കാരും ഒരു മുരുക സംഗമം നടത്തി, ആളില്ല മുരുക സംഗമം. അവിടെ വലിയ മുരുകന്റെ പ്രതിമ സ്ഥാപിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. ഈ സ്റ്റാലിൻ പണ്ട് സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ പ്രതിമ ഗുജറാത്തിൽ യൂണിറ്റി ഓഫ് സ്റ്റാച്യു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ ആരംഭിച്ചപ്പോൾ, അതിനെതിരെ രംഗത്ത് വന്ന ആൾക്കാരാണ് കരുണാനിധിയും സ്റ്റാലിനും അവരുടെ മുന്നണിയും. അന്നത് UPA മുന്നണിയായിരുന്നു. അന്ന് പ്രതിമ സ്ഥാപിച്ചാൽ പട്ടിണി മാറുമോ എന്നായിരുന്നു ഇവരുടെ ചോദ്യം. പക്ഷേ ഈ ആൾക്കാർക്ക് തമിഴ്നാട്ടിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രതിമകൾ സ്ഥാപിക്കാം, വിഗ്രഹങ്ങൾ വയ്ക്കാം. ഇതാണ് ഈ ഇരട്ടത്താപ്പാണ് തമിഴ്നാട്ടിൽ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത്. മുരുക ഭക്തർ ഒരു കാരണവശാലും ഇത്തരം നടപടികളെ, നിലപാടുകളെ അംഗീകരിക്കില്ല എന്ന് വ്യക്തമാണ്. കലിയുഗ ദൈവങ്ങളായ മുരുകൻ, അയ്യപ്പൻ എന്നിവർക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെയുള്ള സ്വാധീനം ഭക്തരെ
സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തി ഒക്കെ നമുക്ക് അറിവുള്ളതാണ്. ഈ പറഞ്ഞ കലിയുഗ ദൈവങ്ങൾ വലിയ രീതിയിൽ, ഇവർ കലിയുഗ ദൈവങ്ങളാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നെങ്കിലും കലിയുഗത്തിന് മുമ്പും ഇവരുടെ ആരാധനാക്രമങ്ങൾ, ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് സനാതന ധർമ്മത്തിൽ അല്ലെങ്കിൽ അത് സംബന്ധിച്ച രേഖകളിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഈ തരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന മുരുകൻ, അയ്യപ്പൻ തുടങ്ങിയ ദൈവിക സങ്കല്പങ്ങളെ അല്ലെങ്കിൽ ആ വൈദിക ദേവതകളെ ഇല്ലായ്മ ചെയ്യാൻ വലിയ പരിശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് കേവലം തമിഴ്നാട് സർക്കാരോ കേരള സർക്കാരോ മാത്രമല്ല അതിൻ്റെ പുറകിലുള്ളത്. അതൊരു വലിയ ആഗോള അജണ്ടയാണ്. അതൊരു ഇവാഞ്ചലിക്കൽ, ഒരു സുവിശേഷ അജണ്ടയാണ് എന്നുള്ളത് പല കുറി തെളിയിക്കപ്പെട്ടതാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഒരു അനുമതി, കാർത്തിക ദീപം തെളിക്കാനുള്ള അനുമതി ഭക്തർക്ക് നിഷേധിച്ചതിലൂടെ സ്റ്റാലിനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മകനും ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിനും കൂടി തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കനത്ത തിരിച്ചടി തമിഴ്നാട്ടിലെ ജനത നൽകും എന്ന് തീർച്ചയാണ്. അവരുടെ വിശ്വാസത്തെ, അവരുടെ ആചാരങ്ങളെ, അവരുടെ വികാരങ്ങളെ ഒക്കെ മാനിക്കാതെ ഇരുന്നാൽ, അത് മാനിക്കാതിരിക്കുക മാത്രമല്ല അതിനെ ചവിട്ടി മെതിക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കുകയാണ്. ആ ശ്രമം നിങ്ങളുടെ നാശത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. തിരുപ്പുറക്കുണ്ട്രം ഒരു തുടക്കമാണ് അതിൻ്റെ എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഒരു നടപടി തമിഴ്നാട്ടിലെ മുരുക ഭക്തരെ അത്യന്തം പ്രകോപിപ്പിച്ചിരിക്കുന്നു. അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും രൂപം കൊടുക്കുകയാണ്. എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവവായുവാണ് മുരുകൻ അഥവാ സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ അയ്യപ്പൻ. ഈ ദേവതകളെ നിഷേധിച്ചുകൊണ്ട്, ഇതിനെ നിരസിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു ശക്തിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. കലിയുഗ കുലദൈവം എന്നറിയപ്പെടുന്ന മുരുകന്റെ ആ ആരാധനാ ക്രമത്തെ, ആചാര അനുഷ്ഠാനങ്ങളെ ഒക്കെ കാറ്റിൽ പറത്താൻ, അത് നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു വരുന്ന ചടങ്ങുകളെ ഇല്ലായ്മ ചെയ്യാൻ അതിന് ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് സർവനാശമായിരിക്കും ഫലം. അത് മുമ്പ് പലപ്പോഴും തെളിയിച്ചതാണ്. ഇവിടെ കാർത്തിക ദീപത്തിൽ കയറി പിടിച്ച MK സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും കൈ പൊള്ളിയിരിക്കുകയാണ് എന്ന് തീർച്ച. നമുക്ക് കാത്തിരിക്കാം. ഇത് സംബന്ധിച്ച് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകും എന്ന് തോന്നുന്നു. നമുക്കതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും കടുത്ത കോടതി അലക്ഷ്യമാണ്. സ്പർദ്ധ, മതസ്പർദ്ധ ഉണ്ടാകും എന്ന പേരിൽ ഒരു വിഭാഗത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ മാത്രം ഇങ്ങനെ റദ്ദാക്കുന്നത് അല്ലെങ്കിൽ അത് നടത്താൻ അനുവദിക്കാതിരിക്കുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. തീർച്ചയായിട്ടും കടുത്ത കോടതി അലക്ഷ്യമാണ് DMK സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതിന് അവർ മറുപടി പറയേണ്ടി വരുമെന്ന് തീർച്ചയാണ്.